ഇന്നത്തെ വീഡിയോ ഒരു ഇഞ്ചിക്കറിയുടെ വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇഞ്ചിക്കറിയുടെ വീഡിയോ ആണ്. അതിനാവശ്യത്തിന് ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കറിവേപ്പില, പിന്നെ കൊച്ചുള്ളി, പച്ചമുളക്, ഇതെല്ലാം ഇതേപോലെ അരിഞ്ഞെടുക്കണം. നമുക്കിനി ഇഞ്ചി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കാം, ഒന്ന് പൊടിച്ചെടുക്കണം. നന്നായിട്ട് പേസ്റ്റ് ആവരുത്. ഇതിപ്പോൾ ഈ പരുവത്തിൽ നമുക്കൊന്ന് ചതച്ചെടുക്കേണ്ടത്. എന്നിട്ട് ഇനി നമുക്ക് ഇതിലെ ആ ഒരു ഇഞ്ചിയിലെ നീര് ഇതുപോലെ നമ്മളൊന്ന് മാറ്റിയെടുക്കണം. നീര് മാറ്റുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കും. ആ നീര് കളയരുത്, അത് മാറ്റി വെക്കണം. ഇതുപോലെ ഇഞ്ചി ഇതുപോലെ ഇരിക്കും. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച കൊച്ചുള്ളിയാണ് ഞാൻ എടുത്തേക്കുന്ന, സവാളയല്ല. അതൊന്ന് ചൂടായ എണ്ണയിലോട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണത്. കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇതുപോലെ അരിഞ്ഞത് നമ്മൾ ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുന്നത്. വേണ്ട, ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ആ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് ഇഞ്ചി എടുക്കുന്നതിനാവശ്യത്തിന് വേണം കൊച്ചുള്ളി എടുക്കാൻ. ഇപ്പോൾ കുറച്ച് ഇഞ്ചി എടുത്തതുകൊണ്ടാണ് അത്രയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും എടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കണം. ഇഞ്ചി ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ആ എണ്ണ മൊത്തം ഇഞ്ചി അങ്ങ് കുടിക്കും അങ്ങ്. പിന്നെ അതൊന്ന് മൂത്ത് വരുമ്പോൾ ആ എണ്ണ എല്ലാം അങ്ങ് വിടുക അതിൽ നിന്ന്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വേണം അതൊന്ന് മൂപ്പിച്ചെടുക്കാൻ. ഇതുപോലെ മൂപ്പിച്ചെടുക്കണം. ഒരു ബ്രൗൺ കളറാവും, ഒരു ഗോൾഡ് ബ്രൗൺ കളറാകും. ആ രീതിയിൽ വേണം നമ്മൾ ആ ഇഞ്ചി ഒന്ന് മൂപ്പിച്ചെടുക്കാൻ ഇതുപോലെ. എന്നിട്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. എണ്ണ ഇതുപോലെ തെളിഞ്ഞിഞ്ഞ് വരും. എല്ലാം ഞാൻ അതുപോലെ മാറ്റിയിട്ടുണ്ട്. അതേ എണ്ണയിൽ തന്നെ നമുക്ക് ഇഞ്ചിക്കറിക്ക് ആവശ്യമായിട്ടുള്ള പൊടികളും ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ആ ചൂടെണ്ണയിൽ തന്നെ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കണം. ആ ഒരു പൊടിയുടെയൊക്കെ ഒരു പച്ചമണം പോയി കഴിയുമ്പോൾ നമ്മൾ വറുത്ത് എടുത്ത് വച്ചേക്കുന്ന കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതെല്ലാം നമ്മൾ ഇതിലേക്ക് പിന്നെ ഇട്ട് കൊടുക്കും. ഇതിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കരുത്, ചെറിയൊരു തരിതരിപ്പിൽ വേണം അരച്ചെടുക്കാനേ. ഞാനിപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇഞ്ചിക്കറി വെക്കാനെടുക്കുന്ന പാത്രത്തിലേക്ക് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ കൊച്ചുള്ളിയോ സവാളയോ അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് താളിക്കാൻ വേണ്ടിയിട്ടാണേ. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ച പച്ചമുളകും ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ പച്ചമുളക് ഒന്ന് മൂത്ത് വരണം നമ്മളിട്ടത്. ഇനി ഇതിലേക്ക് ഞാൻ വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആ ഒരു അരപ്പും കൂടെ ഇതിലോട്ട് ചേർത്ത് വെച്ച് കൊടുക്കാം. നമ്മൾ തൊടുകറി പോലെയും നമുക്ക് ഇത് ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കാനും പറ്റും. ഞാനിപ്പോൾ ഇഞ്ചി കറിയായിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി നമുക്ക് അച്ചാറ് പോലെ തൊടുകറി പോലെ വേണേലും എടുക്കാം. ഇതിലേക്ക് ഞാനിപ്പം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി എടുത്ത് ഇതുപോലെ അതിൻ്റെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറേ ദിവസം ഒത്തിരി ഉണ്ടെങ്കിൽ കുറേ ദിവസം ഇരിക്കണമെങ്കിൽ ഇതുപോലെ പുളിവെള്ളത്തിനെക്കാട്ടി നല്ലത് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കാൻ നല്ലത്. ഞാൻ തോനെ ചെയ്യുവാണെങ്കിൽ വിനാഗിരി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആകുമ്പം ചീത്തയാവത്തില്ല, എത്ര ദിവസം വേണേലും വെളിയിലിരിക്കും. ഇതിപ്പം പുളിയുടെ വെള്ളമാകുമ്പോൾ പെട്ടെന്ന് അത് ചീത്തയായി പോകും. ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക, പിന്നെ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്ക് ഇത്രയും അതിനുള്ള ആ ഒരു ഗ്രേവിയുടെ ഇത്രയും കട്ടി മതിയെങ്കിൽ ഈ രീതിയിലെടുക്കാം. പിന്നെ ഇഞ്ചി ഇന്ന് അതിൻ്റെ ചാറൊന്ന് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ താഴെ അതിൻ്റെ ആ ഒരു മാവ് കട്ട പിടിച്ചിരിക്കുക, അത് ഇതിൽ ചേർക്കരുത്. അതിൻ്റെ ആ വെള്ളം തെളിഞ്ഞിരിക്കുക, ആ വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ആ മാവ് താഴെ ഉറഞ്ഞിരിക്കുന്നത് ചേർത്ത് കൊടുക്കരുത്. അത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കടുപ്പമായിരിക്കും. പിന്നെ ശർക്കരയോ പഞ്ചസാരയോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇതിപ്പോൾ അത് ചേർക്കാതിരിക്കുമ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കണ്ട. ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇഞ്ചിക്കറി ആക്കുന്നത് കൊണ്ടാണ് കുറച്ച് ലൂസായിട്ട് എടുക്കുന്നത്. നമുക്ക് അച്ചാറ് തൊടുകറി പോലെ എടുക്കണമെങ്കിൽ ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കാതെ എടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വറ്റി വരണം. ഇതിപ്പോൾ നന്നായിട്ട് ഇത് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ, നമുക്ക് ഒരു പാടവും ഇല്ല ഇത് ചെയ്തെടുക്കാൻ. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ.